ഞാൻ CET-യിൽ തന്നെ എംടെക്കിന് ജോയിൻ ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനിലാണ് വന്നത്. ഞാൻ എംടെക്കിൻ്റെ കൂടെ പാരലായിട്ട് ഞാനിവിടെ GATE+AE ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് AE പഠിക്കാം, എംടെക്കിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എംടെക്കിന് പോകാം, എന്നിട്ട് AE പഠിക്കാം, അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ ഗേറ്റ് ക്വാളിഫൈ ആവുന്നത് നല്ലതല്ലേ, അങ്ങനെ ഒരു തുടക്കത്തിൽ അതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എംടെക്കിന് പോകണം, CET തന്നെ പോകണം, അങ്ങനെ ഇതിൽ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും വന്ന കളി ആകെ മാറി. ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയാലും അവർ പഠിച്ച NITസിൻ്റെ കഥ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് പോയാലോ, NIT എങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ അവർ അവിടെ പഠിച്ച ഇതുണ്ട്, ഫെസിലിറ്റീസ് ആയാലും ശരി, ഇപ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്നതിനാലും ശരി, അങ്ങനെ പറയുന്ന കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ആഗ്രഹം തോന്നും, പഠിച്ചാലോ അവിടെ. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം ഇട്ടത് അവിടെ നിന്നാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഗേറ്റിൻ്റെ ഒരു ട്രാക്കിലേക്ക് ആവുകയാണ് ചെയ്തത്. തുടക്കത്തിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഇപ്പം 24-ൽ ഗേറ്റ് ക്വാളിഫൈ പോലും ആയില്ല. അതുകൊണ്ട് ഒരു വിശ്വാസമില്ലായിരുന്നു, ഇവൻ ക്വാളിഫൈ ആവുമെന്നുള്ള കാര്യത്തിൽ പോലും വിശ്വാസമില്ലായിരുന്നു. കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ക്വസ്റ്റ്യൻസാണ്, പരിചയമുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ക്വാളിഫൈ ആവുന്ന ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ഞാൻ ഗേറ്റ് ബാച്ചിൽ കയറിയത് തന്നെ. നല്ല പാടുള്ള എക്സാമിന് പോയിട്ട് ശരിയാവില്ല. പിന്നെ ഇവരുടെ കഥകളൊക്കെ പറയുന്ന കേട്ടപ്പോൾ NITയിൽ അതുണ്ട് ഇതുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രമിച്ച് നോക്കാം, കിട്ടിയാൽ ഭയങ്കര കാര്യമല്ലേ. അപ്പം ഒന്ന് NIT വരെ എങ്കിലും എത്താൻ പറ്റിയാൽ, അങ്ങനെ ഒരു ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. NITമാരെ IIT നോക്കിയാലോ, അങ്ങനെ ഒരു ഇത് തന്നെ. പിന്നെ ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെപ്പോഴും നമ്മളെപ്പോഴും ഹയസ്റ്റ് ഡ്രീം, സാറും എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് ഫസ്റ്റ് റാങ്ക് എപ്പോഴും നമ്മൾ എയിം ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പം അവർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ IIT-യിൽ കയറിയാൽ IITs-ആണ്, NITസിനെക്കാട്ടി ഫെസിലിറ്റീസാണ് IITസിൽ. പിന്നെ IISc ആയാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, മാത്രമല്ല കുറേ എക്സ്പോഷർ കിട്ടുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം, അങ്ങനെ ഒരു ഐഡിയ തന്നെ കൊണ്ടുവന്നത് ആ വഴിക്കാണ്.